ബാക്കുവിലെ ലോക്കൽ മാർക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ഭയങ്കര സൗണ്ടാണ്. കാരണം ഞാനിപ്പോൾ നാളെ തിരക്കുള്ള സ്ട്രീറ്റിലെ കൂടെയാണ് നടക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്യും. നമുക്ക് ജസ്റ്റ് നടക്കാം ഇവിടുത്തെ സ്ട്രീറ്റിലൂടെ. ഇതൊരു മാർക്കറ്റാണ്. നമ്മൾ ഇതുപോലുള്ള മാർക്കറ്റ് മുമ്പ് ആഫ്രിക്കയിലാട്ടോ മെയിനായിട്ട് കണ്ടത്. വെജിറ്റബിൾസ് അതുപോലെ ഫുട്പാത്ത്, മെയിനായിട്ട് പറഞ്ഞ ഫുട്പാത്ത് കേട്ടോ. ഇപ്പോൾ കയറുമ്പോൾ കണ്ടോ വലതുഭാഗത്ത് ഇവിടെ ചെരുപ്പുണ്ട്. ഇവിടെ ബോയ്സ് ഉണ്ട്. പിന്നെ ഇത് ടീഷർട്ട്സാണ്, ഫുൾ സ്ലീവ് ടീഷർട്ട്സ് അധികം ഉള്ളത്. കാരണം ക്ലൈമറ്റ് കാരണം ഇതൊക്കെ ഷൂസാണ്. പിന്നെ ഇവിടെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഒക്കെ പാൻറ്റുകളുണ്ട്. പിന്നെ ഇവിടെ ഗേൾസിൻ്റെ പിന്നെ ഐറ്റംസ് ഉണ്ട്, ഷൂസ്. ഇത് മധുരങ്ങളാണ്, മുട്ടായികളൊക്കെ സ്വീറ്റ് സൈഡ്. മേക്കപ്പ് ഐറ്റംസ്. ഇവിടെ ക്യാപ്പുകളാണ്. ഞാൻ കഴുത്തിനിടുന്ന ക്യാപ്പ് ഉണ്ടോ നോക്കട്ടെ. ഇതാണ് ഞാൻ വാങ്ങിയത്. ഇതിന് ഏകദേശം ഇവിടുത്തെ 3 മനാത്താണ്. നാട്ടിലത്തെ 100-130 രൂപ. ഓക്കെ. ഹലോ ബേബി. ഹലോ ബേബി. താങ്ക് യു. വെല്ലും മന്ദലോ വരുന്നുണ്ട്. പിന്നെ ഇവിടെ പേഴ്സുകളാണ്. ഇതൊക്കെ ജീൻസ് പാൻറ് ടീഷർട്ടിൻ്റെ ഷോപ്പുകളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ടൂറിസ്റ്റുകൾ ഒക്കെ വന്നു പോകുന്ന ഏരിയ കേട്ടോ. അപ്പം ഇവർ ടൂറിസ്റ്റ് ആണെന്ന് അറിയുമ്പോൾ ഇവർ ഭയങ്കര റേറ്റ് പറയും. എന്ന് വെച്ചാൽ ഇപ്പം ഒരു സാധനത്തിന് ഇവിടെ 10 രൂപയാണെങ്കിൽ ടൂറിസ്റ്റ് ആണെങ്കിൽ ഇവർ അതിന് 100 വരും. ഒറ്റയടിക്ക് കൂട്ടും. ഈ സാധനത്തിന് ആദ്യം അവൻ 7 പറഞ്ഞത്. ഞാനത് ബാർഗെയിൻ ചെയ്ത് കുറച്ച് കേട്ടോ. ഹലോ. ഷൂസാണ്, നല്ല വൈറ്റ് കളർ ഷൂസാണ്. അധികം ഷൂസും തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഇടയിൽ കേട്ടോ. ഇവിടുത്തെ കറൻസിയുടെ പേരാണ് മനാത്ത് എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ ആൾക്കാർ സംസാരിക്കുന്നതൊക്കെ മനസ്സിലാവും. നല്ല പാൻറ്റായിട്ട് ഇത്, നല്ല കട്ടിയിൽ നല്ല അടിപൊളി പാൻറ്റാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ കാഴ്ചകളാണ് ബാംഗ്ലൂർ പോയാൽ മതി. നമ്മൾ കലാസി പോലെയൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം. ഇതാണ് മാർക്കറ്റിൻ്റെ വലതുഭാഗം. ഇത് ഇടതുഭാഗം. നമുക്ക് ഇടതുഭാഗത്തേക്ക് പോകാം. കവർ വെക്കുന്ന ആൾക്കാരുണ്ട്. Bunlar sakin sen biz yaparsan. ആരൊക്കെ എന്നെ തെറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളതൊന്നും മൈൻഡാക്കണ്ട. നമുക്ക് കാഴ്ചകൾ കാണണ്ടേ. ക്യാമറ ഓൺ ആക്കാണ്ടൊക്കെ പറ്റില്ലല്ലോ. ഇത് വാൽനട്ടാണ്. വാൽനട്ടിൻ്റെ ഷോപ്പാണ്. $5 മനാത്തോട്ടോ വാൽനത്തിന് 1 കിലോ. 5,000 5 മനാത്ത് അതാ റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബദാമുണ്ട് കാണുമ്പോൾ. ബദാമാണോ എന്ന് സംശയമുണ്ട്. ഇവിടെ വേറൊരു സാധനം കിടക്കുന്നുണ്ട് ചെറുത്. ഓക്കെ. ഇങ്ങോട്ടൊക്കെ ഫുഡിൻ്റെ സെക്ഷൻ ആണ് കേട്ടോ തോന്നുന്നത്. കാരക്ക കേട്ടോ. കാരക്ക ഉണക്കി വരുന്നത് ഇതുപോലെ. മുപ്പര് പറഞ്ഞാൽ അല്ല കയറി ഷൂട്ട് ചെയ്ത് തോന്നി. ഇത് നമ്മുടെ കടലയാണ്. ഇത് പീനട്ട്സ് ഉണക്കിയിരുന്ന ഡ്രൈ ആട്ടോ. അതിൽ ഡ്രൈ ഫ്രൂട്ട്സ് അധികം കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാം. ഇവിടെ ബ്ലോക്കാണ്, റൂട്ട് മാറ്റിപ്പിക്കാം. നമുക്ക് ഇലക്ട്രോണിക്സ് ഐറ്റംസും പിന്നെ പാത്രങ്ങളും ചീർപ്പുകളും ഫുട്പാത്തിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫ്രൂട്ട്സ് ആണ്. പഴം ഇറാനിൽ ശരിക്കും ഞാൻ കാണിച്ചിരുന്നു ഇന്ത്യൻ പഴം. പക്ഷെ ഇവിടെ ഈ പഴം മാത്രമേ ഉള്ളൂ. അസർബൈജാനിൽ കിട്ടുന്ന ഒരേ ഒരു ഇനത്തിലുള്ള പഴം ഇതാണ്, ഈ ഒരു നേന്ത്രപ്പഴം ടൈപ്പ്. പിന്നെ ഓറഞ്ച്, അതുപോലെ ചെറുനാരങ്ങ,
ആപ്പിള് ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഗ്ലാസ്സുകളാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഒരു ഇഞ്ചിൻ്റെ മുകളിലെ വണ്ടി പോകുന്നത്. ഇത് ഗ്ലാസ് ആട്ടോ. എന്താ എന്തിനും ഉപയോഗിക്കുന്ന അറിയില്ല. ചായ കുടിക്കാൻ ഉപയോഗിക്കുന്നില്ല എന്തായാലും. ഈ വണ്ടി നിങ്ങൾ പോകുന്ന നോക്കിയാൽ ഒരു ഇഞ്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഇനിയുള്ളത് ഇതേപോലെ വെറും വെജിറ്റബിൾസ് അതുപോലെ ഇറച്ചി മാർക്കറ്റൊക്കെയാണ്. നമ്മൾ ഇത്ര സമയം നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് ഡ്രസ്സിൻ്റെ മാർക്കറ്റ് കേട്ടോ. ഇനി വേറൊരു ഭാഗം കൂടി ഉണ്ട്. പിന്നെ ഇതൊരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പാണ്. ഇവിടെ കുറച്ചും കൂടി കൂടുതൽ സെലക്ഷൻസ് ഉണ്ട്. കാരണം ചെസ്റ്റ്നട്ട് ഉണ്ട്, വാൽനട്ട് ഉണ്ട്, കടലകളുണ്ട്. വാൽനട്ട് ഒരുപാടുണ്ട്. പല വെറൈറ്റി ടൈപ്പിലെ വാൽനട്ട് ഉണ്ട് ഇവിടെ. വാൽനട്ടിൻ്റെ മെയിൻ അതെന്താണെന്ന് മനസ്സിലാകുന്നുള്ളത് ഇവിടെ അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ. വാൽനട്ട് ഒരുപാടുണ്ട്. ഗ്രേപ്സ് ഡ്രൈ ഗ്രേപ്സ് ആണ്. ഏകദേശം 2-3 ക്വാളിറ്റി എങ്ങാണ്ട് സാധനമുണ്ട് ഇവിടെ. പിന്നെ ഈത്തപ്പഴം തന്നെ ഒരുപാട് ക്വാളിറ്റി ഈത്തപ്പഴമുണ്ട്. ഇതൊക്കെ സ്വീറ്റ്സ് ആണ്. പല തരത്തിലുള്ള ജെല്ലി സ്വീറ്റ്സ് കേട്ടോ. ജെല്ലികളാണ് മുഴുവനും. ഇവിടെയും വാൽനട്ടാണ്, ചാക്ക് കണക്കിന് വാൽനട്ട്. നമ്മുടെ നിലക്കടല, നാട്ടിലെ നിലക്കടലായിരുന്നു. ഇതൊക്കെ ചില്ലിയാണ്. ഇതാണ് നമ്മൾ ഇറാനിലൊക്കെ കണ്ടില്ലേ ഭക്ഷണത്തിലിടുന്ന ഒരു പ്രത്യേക സാധനം, പുളിയില്ലേ, ആ ഒരു പുളി കേട്ടോ. കുരുമുളക്, കറാമ്പു, പയറുകളുണ്ട്. ഇത് നമ്മുടെ ഗോതമ്പാണ്. ഇതൊക്കെ പരിപ്പ് പയറും ഒക്കെ ഉണ്ട്. നമ്മുടെ അരി 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 2 മനാത്തോട്ടോ ഇതിന്. നാട്ടിലത് 80 രൂപ കിലോന്. റേറ്റ് കുറവാണ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്താലോ ഈ അരി. ഇവിടെ വേറൊരു അരിയുണ്ട്. ഇത് കുറച്ച് നീളൂല അരി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ. ഇത് മീനാണ്. പിന്നെ ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു പിന്നെ അവിടെ നമ്മൾ കുളത്തിലെ മീനാന്നൊക്കെ. കുളത്തിലെ മീനല്ല കേട്ടോ, ഇവിടുത്തെ കാസ്പിയൻ കടലിൽ നിന്ന് കിട്ടുന്ന മീനുകൾ ഇതൊക്കെ കുള മത്സ്യം പോലെയാണ്. കാരണം ഈ കാസ്പിയൻ കടലെടുക്കെന്ന് പറയുമ്പം കടലെന്ന് പറയുമ്പം അത് പേരിന് മാത്രമേ കടലുള്ളൂ. ഒരു എന്താ പറയുക, ഒരു കുളം പോലെ തന്നെയാണ്. ചെറിയൊരു ഉപ്പുരസമുള്ളൂ കേട്ടോ. നമ്മളെല്ലാ കടലിലും കിട്ടുന്ന എല്ലാ മത്സ്യങ്ങളും അവിടെ കിട്ടില്ല. ഓരോരോ പരിപ്പുകളൊക്കെയാണ്. ഹലോ, ഓനോട് അല പറഞ്ഞിട്ട് ഓളല പറഞ്ഞത്. ഇതൊക്കെ മീനാട്ടോ. ഇത് നമ്മുടെ പന്നിക്കുട്ടൻ്റെ കാലാണ്. പന്നിക്കുട്ടൻ്റെ കാല് പൊരിച്ചത്, പന്നി ഇറച്ചി കേട്ടോ. അതൊക്കെ പോർക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാർക്കറ്റ് വൃത്തിയില്ല. കാരണം ഇറച്ചി മാർക്കറ്റ് അല്ലേ, ഇവിടെ വലിയ വൃത്തിയൊന്നും പ്രതീക്ഷിക്കണ്ട. ഇവിടെ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഇവിടെ കച്ചവടം നടത്തുന്നതൊക്കെ വയസ്സായ ആൾക്കാരുണ്ടോ. ഏകദേശം ഒരു 60-70 വയസ്സുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ കച്ചവടം നടത്തുന്നത്. അതായത് വയസ്സാം കാലത്ത് വീട്ടിലിരിക്കാതെ അവരിപ്പോഴും ജോലി ചെയ്യുന്നത്, അതാണ് അർത്ഥം. പിന്നെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട്. പാവപ്പെട്ടവർക്ക് സാമ്പത്തികപരമായിട്ടൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. മൈ ഫേസ് പോടാ. ഓവർ വീഡിയോ എടുക്കാൻ പാടില്ല. ഞാൻ അവനെ പോയി പണിയുടെ നോക്കടാ. അപ്പം പിന്നെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് ഇവരെ, പാവപ്പെട്ടവരൊക്കെ ആയിട്ട്. ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് കയറാം, ഡ്രസ്സിന് സെക്ഷനിലേക്ക് കയറാം. നമ്മളിപ്പോൾ കയറുന്നത് ഇവിടുത്തെ വസ്ത്രങ്ങളുടെ മാർക്കറ്റിലേക്കാണ്. ഇത് നോക്കിക്കോ, ഒരു മേൽക്കൂരൊക്കെ ഉണ്ട് മുകളിൽ. ഒരു വലിയൊരു എന്താ പറയുക, ടെൻറ്റിൻ്റെ ഉള്ളിലുള്ള ഫീലാട്ടോ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ആയിട്ട്. ഇതുപോലുള്ള സ്ഥലം ഞാൻ മുമ്പ് കണ്ടത് മലേഷ്യയിലാണ്. മലേഷ്യയിൽ പോയപ്പോൾ താങ്ക് യു. മലേഷ്യയിൽ കേട്ടോ, മലേഷ്യയിൽ പോയപ്പോൾ ഇതുപോലെ കണ്ടിരുന്നു. പല സ്ഥലങ്ങളും ചെറിയ ചെറിയ ടെൻറ്റിനുള്ളായിട്ട് ഷൂസും കാര്യങ്ങളും ജാക്കറ്റൊക്കെ ആയിട്ട്. ഇതൊക്കെ ലേഡീസിൻ്റെ ഐറ്റംസാണ്, മേക്കപ്പ് ഐറ്റംസ് ഒക്കെയാണ്. നമുക്ക് ഷൂസ് ഉണ്ട്. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പുറത്ത് എങ്ങനെ ഇറങ്ങുക എന്നുള്ള കാര്യത്തിൽ മാത്രം സംശയമില്ല കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഉണ്ട്, ഇങ്ങോട്ടേക്കും ഉണ്ട്. എന്ത് നല്ല ഷൂസ്. പെൺകുട്ടിയൊക്കെ എല്ലാം പറ്റിയ നല്ല കളർഫുൾ ഷൂസ്. പിങ്ക്, ബ്ലൂ, വയലറ്റ്, കങ്കാരു. നമുക്കിനി ഇവിടെ നിന്ന് ഇടത്തോട്ടേക്ക് പോകാം. കാരണം ഇടത് മാത്രമാണ് ഒരു ആശ്വാസം. ഇത് ഞാനിട്ട ബനാനയില്ലേ, ബനാനൻ്റെ വേറെ ടൈപ്പാണ്, പുഴു ടൈപ്പ്.
ജാക്കറ്റ് ഇട്ടത്. കുഞ്ഞി കുട്ടികളുടെയൊക്കെ വസ്ത്രമാണ്. ലേഡീസിൻ്റെ ബാഗാണ്, നല്ല വെറൈറ്റി ബാഗ്. ഹലോ, താങ്ക് യു താങ്ക് യു. ഇതൊരു സ്പോർട്സിൻ്റെ ഷോപ്പാണ്. ഇവിടെ നമ്മൾ പഞ്ചിങ് ബാഗില്ലേ, പഞ്ചിങ് ബാഗൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ സ്പോർട്സിൻ്റെ ഷോപ്പാണ്. നമ്മുടെ ബാറുണ്ട്, ഇത് ബോൾസാണ്, പിന്നെ ബാഗുകൾ, കുങ്ഫു കരാട്ടേൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇവിടെ ജേഴ്സികളുണ്ട്. ബോക്സിങ്ങിൻ്റെ ഐറ്റംസ് ഒരുപാടുണ്ട് ഇവിടെ. കുട്ടികളുടെ മുതൽ കുറച്ച് വലിയ ആൾക്കാർ വരെ ബോക്സിങ് ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ. ഇത് ബോക്സിങ്ങിൻ്റെ ഹെൽമെറ്റായി കാണുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബ്ലോക്ക് ചെയ്യേണ്ട ഒരു പാഡാണ്. പക്ഷേ ഇങ്ങനെ അടിക്കുമ്പം കോച്ചുമാരെല്ലാം കമോൺ എന്നിട്ട് കുത്താൻ കൊടുക്കുന്നില്ല ആ പാഡായിട്ട്. പിന്നെ ഇവിടെ സ്ത്രീകളുടെ മഫ്തയുണ്ട്. എന്നുവെച്ചാൽ ഒരു മലേഷ്യൻ സ്റ്റൈലാണ്. കാരണം പുറത്ത് അവർ ഇത് കൊടുത്തിട്ട് ഉള്ളിലൊരു മലേഷ്യയുടെ ഉള്ളിൽ ചെറിയ ക്യാപ്പ് ഇടും. അതിൻ്റെ പേരെനിക്കറിയില്ല, അത് പുറത്തേക്കൂടെ കവർ ചെയ്യാം. അതേപോലെ തന്നെ കേട്ടോ ഇവിടെയുള്ളത്. അത് നല്ല സ്റ്റൈലുള്ള മഫ്തയാണ് ഇവിടെ. ഉണ്ടോ? 10 മനാത്താണ്. നാട്ടിലത്തെ 400 രൂപയാണ് ഒരു മഫ്തയുടെ റേറ്റ്. പിന്നെ ഇത് ഫർദയാണെന്ന് തോന്നുന്നത്. ഇത് ഫർദയാണ്. സിബ് ടൈപ്പ് ഫർദയുണ്ട്, സാധാരണ ഫർദയുണ്ട്. നിങ്ങൾക്ക് ആ റേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ ഹാർഡ്വെയർ ഷോപ്പുകളാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെയൊന്നുമല്ല. ഇവിടെ എല്ലാം ഫുട്പാത്തിൽ നമുക്ക് ഹാർഡ്വെയർ സാധനങ്ങൾ കിട്ടും. താക്കോലുകൾ, പൂട്ടുകൾ, തോക്കുകൾ, അതുപോലെ നമ്മൾ ബാത്റൂമിനകത്തുള്ള ടാപ്പുകൾ, ഹാർഡ്വെയർ ഷോപ്പുകളുണ്ട്. ഇതൊക്കെ ആണി, ടയറുകൾ, അത് ഇതൊക്കെ ഡോറാണ്. കസേരയുടെ അതുപോലെ ഈ ചെറിയ ചെറിയ കസേരയുടെ ടയറുകളാണ് ഇതൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടുന്നുണ്ട് സാധനങ്ങൾ. പൈപ്പ്, ഇലക്ട്രിക്കൽ പൈപ്പുകൾ, ഇതൊക്കെ ടൂൾസുകളാണ്. ഇത് എലങ്കി സെറ്റാണ്. ഇത് നമ്മുടെ എൻ്റെ വണ്ടിയിൽ ഇതൊക്കെ ഉണ്ട്, നോക്കിയെന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ എലങ്കിയുടെ സെറ്റുകൾ, ഓരോ ടൈപ്പ് സെറ്റുകളാണ്. ഇവിടെ കത്തിയുണ്ട്. പിന്നെ ഇത് ഫ്രെയിം, AC-യുടെ ഒക്കെ ഫ്രെയിമുകളാണ്. പിന്നെ ഈ വയറുണ്ടോ, ഇതൊക്കെ കറണ്ടിൻ്റെ വയറുകളാണ്. അപ്പോൾ ഇതിൽ ചെറിയൊരു പ്രത്യേകത ഞാൻ കണ്ടായിരുന്നു. വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം ഈ ഒരു കേബിൾ നിങ്ങൾ കണ്ടോ, ഇതിൽ ഇവർ കൊടുത്ത പ്രൊട്ടക്ഷൻ കണ്ടോ. എന്ന് വെച്ചാൽ പുറത്ത് ഒരു ലെയർ, അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു ലെയർ, അതിനുള്ളിൽ വേറെ ലെയർ, അതിനുള്ളിൽ വേറെ ലെയർ, അതിൻ്റെ ഉള്ളിലാണ് ഈ കറണ്ട് വരുന്നത്. അത്രയും ലെയർ കൊടുത്ത് ഇവർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ. എല്ലാം അതെ, ഏകദേശം 4-5 ലെയറിന് ഉള്ളിലായിട്ടാണ് ഈ കറണ്ടിൻ്റെ വയർ വരുന്നത്. നല്ല പവറും ഉണ്ട് കേട്ടോ. വിശാലും നല്ല ഉറപ്പുണ്ടെന്നാണ് പവറിന് ഉദ്ദേശിച്ചത്. ഇതൊക്കെ വലിയതാണ്, വലിയ കമ്പിയാണ്. പിന്നെ ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ ആക്രി കടയിൽ ഇങ്ങനത്തെ വയറിൽ കാണാൻ പറ്റും, ഓരോ ആൾക്കാർ അടിച്ചുമാരി കൊണ്ടുപോയിട്ട് വെക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഫുട്പാത്തിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. ഗ്ലൗസ് ഉണ്ട്, തണുപ്പിലൊക്കെ ഇടാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഇടും. ഇതൊക്കെ മോട്ടറുകളാണ്. ഇതെല്ലാം ഹാർഡ്വെയർ പ്ലംബിങ്ങിൻ്റെ ഷോപ്പുകളാണ്. ഇതൊക്കെ വെള്ളം അടിക്കുന്ന മോട്ടർ. നിങ്ങൾ കണ്ട് നമ്മളൊരു മാർക്കറ്റ് കയറി അവിടെ ഇറച്ചി മുതൽ മീൻ മുതൽ ടൂൾസ് മുതൽ ഒരു നമുക്ക് നിത്യോപയോഗ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പഴയതും പുതിയതെല്ലാം കിട്ടുന്നുണ്ട്. ഇതൊക്കെ മോട്ടറാണ്, കുഴൽക്കിണറിൻ്റെ മോട്ടറാണ്. വലുതും ചെറുതായിട്ട് ഒരുപാടെണ്ണമുണ്ട്. ഇത് ഇലക്ട്രിക്കലിൻ്റെ കംപ്രസറാണ്. ആണി, ലൈറ്റ്, ബെൽറ്റ്. ഇത് മറ്റേ കട്ടറില്ലേ, കട്ടർ ഏതൊക്കെയോ ബ്രാൻഡാണ്. ടോട്ടൽ അട്ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ മരം മുറിക്കുന്ന മെഷീനില്ല. ഓക്കെ, നമ്മളങ്ങനെ നടന്നിപ്പം പുറത്തെത്തി. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞില്ല, ഒരു മാർക്കറ്റിനുള്ള കാഴ്ചകളാണ്. ഒരു അസർബൈജാനിലെ ബാക്കുവിലെ ഒരു മെയിൻ മാർക്കറ്റ്, ഒരു ബസാർ. ആ ബസാറിൻ്റെ ഉള്ളിലേക്കൂടെ നമ്മൾ നടന്നാൽ കാണുന്ന കാഴ്ചകൾ. നമ്മൾ മാർക്കറ്റിൽ നടക്കണം. ഒരു മാർക്കറ്റാണ് നാടിൻ്റെ വൃത്തി, അല്ലെങ്കിൽ വെടിപ്പ്, അവിടുത്തെ ഭക്ഷണം, അവരുടെ ജീവിത രീതിയൊക്കെ കാണുന്നതിന് നമുക്ക് ആ നാട്ടിലെ മാർക്കറ്റിൽ പോയാൽ മതി. ഞാൻ പോയി എല്ലാ രാജ്യങ്ങളിലെയും മാർക്കറ്റുകളിൽ ഞാൻ പോയിട്ടുണ്ട്.
അപ്പം എന്താ പറയുക, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കേണ്ടത് കേട്ടോ. അപ്പം നാളെ നല്ല അടിപൊളി കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അസർബൈജാനിലെ തന്നെ കാഴ്ചകളാണ് കുറച്ച് ദിവസം നമ്മൾ കാണുന്നത് കേട്ടോ. ശരി ഗൈസ്, അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.